കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മളിതാ ഇന്ന് വന്നിരിക്കുന്നത് ഈസ്റ്റർ തീമിലുള്ള ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ബോട്ടിലാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പ് ഓഫ് ബോട്ടിലും ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാം. പക്ഷേ ഇതിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും തോന്നി. അപ്പോൾ ഇതൊരു മെയ്സൻജാർ ബോട്ടിൽ ആർട്ട് പോലെ ഇരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. അതായത് ഈസ്റ്ററിനൊക്കെ ഒരു ക്യാൻഡി ജാറൊക്കെ ഉണ്ടാക്കിയെടുക്കുക ഒരു വെറൈറ്റി ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോട്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, നമുക്ക് നോർമൽ ബോട്ടിലും ഈ ഒരു സംഭവം ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈസ്റ്റർ തീം ആയതുകൊണ്ട് തന്നെ ഒരു ഈസ്റ്റർ ബണ്ണീനെ നമ്മൾ വരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബണ്ണി വരയ്ക്കാനായിട്ട് ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ ഒരു ഓവൽ ഷേപ്പിൻ്റെ ഹാഫ് ഉണ്ടല്ലോ, ഒരു എഗ്ഗിൻ്റെ ഒക്കെ ഒരു ഷേപ്പ്, അതാദ്യം നമ്മൾ വരയ്ക്കുക. അതിനുശേഷം ഇതുപോലൊരു സി വരച്ചിട്ട് ഇതിനെങ്ങനെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ ഇനി ബണ്ണിയുടെ ഇയേഴ്സ് വരയ്ക്കുകയാണ്. അത് ഇതുപോലെ ഇങ്ങനെ കേർവ് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി. പിന്നെ സെൻറ്ററിൽ നിന്ന് അതിനെ ഒന്ന് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഈ ജോമെട്രിക്കൽ പാറ്റേൺസ് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വരച്ചെടുത്തോളൂ കേട്ടോ, പ്രിൻ്റ് എടുത്തിട്ട്. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈസി ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് ഇതിനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതിനെ കറക്റ്റായിട്ട് നമ്മൾ ആ വരച്ച ലൈനിലൂടെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തു. കണ്ടോ, ഇപ്പം നമ്മുടെ ബണ്ണിയുടെ ആ ഒരു പാറ്റേൺ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളമാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ നോർമൽ പൈപ്പിൽ വരുന്ന വെള്ളമില്ലേ, അതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഈ ബോട്ടിൽമേ ഈ ഒരു പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം മതി നമുക്ക് പേപ്പർ ഒട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ആയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ ഒന്നും അവിടെ ചില സ്ഥലത്ത് ഒട്ടിയിട്ടില്ല. കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ഓഫ് പേപ്പർ ആയിരുന്നു. നമ്മുടെ വളരെ തിൻ പേപ്പറൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരല്പം മാത്രം വെള്ളം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഒരു A4 ഷീറ്റിൻ്റെ പേപ്പർ ആയിരുന്നു, അതുകൊണ്ട് ഇത്തിരി കട്ടിയുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് വെള്ളം അപ്ലൈ ചെയ്ത് അതിനെ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തു. അതിനുശേഷം നമ്മളുടെ ആ വെള്ളം എക്സസ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് ഇങ്ങനെ ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തു. ടിഷ്യൂ തുണി വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ആ എക്സസ് വാട്ടർ എടുക്കുക കേട്ടോ. അതിനുശേഷം ഒന്ന് ജസ്റ്റ് അതൊന്ന് ഉണങ്ങി അവിടെ. എന്നിട്ട് നമ്മൾ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊരു പേസ്റ്റൽ കളറാണ്, ശരിക്കും പേസ്റ്റൽ ബ്ലൂ ആണ്. പക്ഷേ നമ്മളുടെ ലൈറ്റിൻ്റെ കളർ കാരണം തോന്നുന്നു ബ്ലൂ ഭയങ്കര ബ്രൈറ്റ് കളറായിട്ട് ആണ് കാണുന്നത് കേട്ടോ. ഞാനിത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കളറ് എന്താണെന്ന് കേട്ടോ. ഇതിലെനിക്ക് എത്ര ശ്രമിച്ചിട്ടും ഈ ഒരു ബ്രൈറ്റ് കളറായിട്ടാണ് കിട്ടുന്നത്. ഇതൊരു പേസ്റ്റൽ ബ്ലൂ ആണ്. നമ്മളുടെ ബ്ലൂവിൽ ജെസോയും അതുപോലെ തന്നെ വൈറ്റ് കളേഴ്സും കൂടെ ആഡ് ചെയ്തിട്ട് ബ്ലാക്കും കൂടെ ആഡ് ചെയ്തിട്ട് ഇതിനൊരു പേസ്റ്റൽ കളറാക്കി എടുത്താണ് കേട്ടോ. ഇനി അത് നന്നായിട്ട് നമ്മൾ ഉണക്കിയെടുത്ത് കൊണ്ടുവന്നു. ഫുള്ളായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഉണങ്ങി. നമ്മുടെ ഈ പെയിൻ്റൊക്കെ ഉണങ്ങി കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടോ, നേരത്തെ കണ്ടേക്കാളും കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിനേക്കാളും കുറച്ചുകൂടെ ഡാർക്കിഷ് കളറാണ് ശരിക്കുള്ള കളറ്. ഇനി നമ്മുടെ പേപ്പർ നമ്മൾ പതുക്കെ പൊക്കുക കേട്ടോ. ഒറ്റയടിക്ക് വലിക്കരുത്. നമ്മളിങ്ങനെ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക കണ്ടോ. അപ്പോൾ നമ്മളുടെ ആ ഒരു പാറ്റേൺ അവിടെ മാത്രം പെയിൻ്റ് ആയിട്ടുള്ള ബാക്കി എല്ലായിടത്തും ആയിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് പരിപാടി. ഇനി ഇതിനൊന്ന് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണ്ടേ. അതിനായിട്ട് നമ്മളിതാ കളേഴ്സ് യൂസ് ചെയ്യാണ്. അതായത് നമ്മുടെ പേസ്റ്റൽ ബ്ലൂവും പേസ്റ്റൽ പിങ്കും യെല്ലോയും കൂടെ ഉള്ള ഡോട്ടുകളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഓരോ ഡോട്ട്, യെല്ലോ ടു ബ്ലൂ ടു പിങ്ക് ടു അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മളിങ്ങനെ 3 ഡോട്ടുകളും കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതും ഒരു പേസ്റ്റൽ കളറാണ്. ഞാനിത് നമ്മുടെ ഇതിൽ വൈറ്റും നേരത്തെ പറഞ്ഞ ജെസ്സും കൂടെ ആഡ് ചെയ്തിട്ട് പേസ്റ്റൽ കളറാക്കി എടുത്തതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ബണ്ണിയുടെ ആ ഔട്ട്ലൈൻ ഫുള്ളായിട്ട് നമ്മൾ ചെയ്യാം. പിന്നെ ഈ കോർണേഴ്സ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ചെവിയും ആ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫേസിൻ്റെ ഒക്കെ ഭാഗങ്ങൾ. അപ്പോൾ ആ ജോയിൻറ്റ് വരുമ്പോൾ കുറച്ച് കയറ്റിയിട്ട് നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുക കണ്ടോ. ആ ഒരു ജോയിൻ്റ് ആവുന്ന ഭാഗത്ത് കയറ്റി ഡോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഡോട്ട് കുറച്ച് ഇറക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ അത് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ജസ്റ്റ് ഡോട്ടുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് പോവാം കേട്ടോ. ഞാനിപ്പോൾ പെന്നിൻ്റെ ഒരു റീഫിൽ വെച്ചിട്ടാണ് ഈ ഡോട്ടുകളൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫിനിഷ് ആയതിന് ശേഷം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എല്ലാം ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫുൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ലുക്കിലാണ് ഇരിക്കുന്നത് കേട്ടോ. കണ്ടോ,
കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ അവിടെ ഇരുന്നിരുന്ന നമ്മുടെ ഈസ്റ്റർ എഗ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ചെയ്തല്ലോ, അത് അതിൻ്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് ഇട്ടിട്ട് ഒന്ന് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തെടുത്താണ്. ഇത് നമുക്ക് ഇതുപോലെ ക്യാൻഡീസൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഈസ്റ്റർ ഒക്കെ അല്ലേ, ക്യാൻഡീസ് ഇട്ടിട്ട് ടേബിൾ ഡെക്കോറായിട്ട് യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് ഇത് കിച്ചണിൽ നമ്മുടെ മസാല പൗഡേഴ്സൊക്കെ ഇടാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കളർ കാണാമല്ലോ, അപ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതിന് കറക്റ്റ് കളറൊന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് ഈ ഒരു ബോട്ടിലിൻ്റെ കറക്റ്റായിട്ടുള്ള കളർ കേട്ടോ. കണ്ടോ, ഈ ഒരു പേസ്റ്റൽ കളറാണ്. ഞാൻ ഇതിൻ്റെ നെക്കിൽ ഒരു ത്രെഡ് ജസ്റ്റ് ജൂട്ടാണത്, അത് കെട്ടിക്കൊടുത്തു. എന്നിട്ട് കുറച്ച് ക്യാൻഡിയും കൂടെ ഇട്ടിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ കാണാനായിട്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീണ്ടും വരുവരേക്കും ബൈ ബൈ.